ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 മാർക്ക് വരെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ടൈം കളയാതെ പെട്ടെന്ന് ചാപ്റ്ററുകളിലേക്ക് പോവാം. ഇതിൽ എനിക്ക് ആദ്യം പറയാനുള്ള 5 മാർക്കിന് ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കാര്യമായിട്ടും ഇത്രയും ഏരിയകളിലാണ്. മെറ്റീരിയൽ ചോദിക്കാറുണ്ട്, ലേബർ ഓവർഹെഡ്, പിന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ദെൻ നമ്മുടെ സർവീസ് കോസ്റ്റിംഗിൽ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ബജറ്റിൽ ഒരു തവണ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ 3 തവണ. ഓക്കെ, അതുപോലെ ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഇത് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ഒക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ അതിന് മുൻപായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഒന്നാമത്തെ മൊഡ്യൂള് അതുപോലെ തന്നെ 5 മാർക്കിന്റെ കാര്യത്തിൽ സൂചിപ്പിക്കാനാണ്. ഒന്നാമത്തെ മൊഡ്യൂള് അതുപോലെ തന്നെ യൂണിറ്റ് കോസ്റ്റ്, ജോബ് കോസ്റ്റ്, യൂണിറ്റ് കോസ്റ്റിംഗ്, അതുപോലെ തന്നെ സർവീസ് കോസ്റ്റിംഗ്. ഇത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, 5 മാർക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ 5 മൊഡ്യൂളുകൾ 50 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഒന്നാമത്തെ മൊഡ്യൂളും രണ്ടാമത്തെ മൊഡ്യൂളും അതുപോലെ തന്നെ ആറാമത്തെ മൊഡ്യൂളും പിന്നെ 10-മത്തെ മൊഡ്യൂളും അല്ല യൂണിറ്റും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലുള്ള 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യൂല, ഡിസ്കസ് ചെയ്യൂല. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അതൊക്കെ കഴിഞ്ഞതിലുണ്ട്, അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാത്തത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, 5 മാർക്കിന്റെ ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൽ നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്താണ്, സെക്ഷൻ ബി ഉണ്ടോ, ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. എസ്സേന്റെ ഇതിൽ ഡിസ്കസ് ചെയ്തതാണ് ടെക്നിക്സും അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞതിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം, പെട്ടെന്ന് നോക്കാം. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്? ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇത് എക്സ്റ്റേണൽ യൂസേഴ്സിനും കൂടി ഉപയോഗിക്കാനുള്ളതാണ് എന്ത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പറയുന്നത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഇന്റേണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. യൂസേഴ്സ് ആരാ, എക്സ്റ്റേണൽ യൂസേഴ്സും കൂടെ ഇവിടെ ഉണ്ട്. ഇതിന്റെ യൂസേഴ്സ് ആരാണ്, ഇന്റേണൽ യൂസേഴ്സ് മാത്രമാണ്. ഫോക്കസ് എന്താണ്, സ്ഥാപനത്തിന്റെ മൊത്തം പ്രോഫിറ്റബിലിറ്റി ആണ്. ഇത് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോള്, അത്തരം കാര്യങ്ങളാണ്. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ. ഇവിടെ കോസ്റ്റ് ഷീറ്റ്, കോസ്റ്റ് റിപ്പോർട്ട്, ബജറ്റ്, വേരിയൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. റെഗുലേഷൻസ് എന്താണ്, ഗവൺമെന്റ് റെഗുലേഷൻ ഉണ്ട്. ഇവിടെ അങ്ങനെ ലീഗൽ ഒബ്ലിഗേഷൻസ് ഇല്ല എന്ന് ഒരു പരിധി വരെ പറയാം. ഓക്കെ, കമ്പനീസ് ആക്ടിൽ കോസ്റ്റ് അക്കൗണ്ട്സ് നിർബന്ധമായ ചില കമ്പനികളുണ്ട്. ഓക്കെ, ടൈം ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് ട്രാൻസാക്ഷൻസ് ആണ്. ഇവിടെ ഹിസ്റ്റോറിക്കലും വരും, ഫ്യൂച്ചറും വരും. അതുപോലെ തന്നെ ബേസിസ് ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് മോണിറ്ററി ടേംസ് മാത്രമേ വരുള്ളൂ. ഇവിടെ എന്ത് വരും, ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ മോണിറ്ററിയും വരും, അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും വരും. നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യൂണിറ്റും കൂടെ കൊടുക്കാറില്ലേ. ഓക്കെ, ഇത് സമ്മറൈസ്ഡ് ഫോം ആണ്. ഓക്കെ, ഇത് ഡീറ്റെയിൽഡ് ആണ്, പ്രൊഡക്റ്റ് വൈസ്, പ്രോസസ് വൈസ്, അങ്ങനെ ഡീറ്റെയിൽഡ് ആണ്. ഓക്കെ, ഇത് എൻ്റെ ബിസിനസ് ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ കോസ്റ്റ് റിലേറ്റഡ് ആക്ടിവിറ്റി മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പൊസിഷൻ, ഫിനാൻഷ്യൽ പെർഫോമൻസും പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പി ആൻഡ് എൽ. ഇവിടെ എന്താണ്, ഡിറ്റർമിൻ, കൺട്രോൾ ആൻഡ് റെഡ്യൂസ് കോസ്റ്റ് ഫോർ എഫിഷ്യൻസി. എഫിഷ്യൻസിക്ക് വേണ്ടി കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഇത് ഓൾറെഡി ഇതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ രണ്ടാമത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തെ ചാപ്റ്ററിലൊക്കെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇനി ഞാൻ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. മൂന്നാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് മെറ്റീരിയൽ കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. മെറ്റീരിയലിന്റെ കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ് ഒന്നാമത്തെ എന്താണ്, അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. വേസ്റ്റേജും ലോസും മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിലുള്ള ഇൻവെന്ററിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മാക്സിമം ബാലൻസ് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അങ്ങനെ ചെയ്താൽ ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. പിന്നെ ക്വാളിറ്റി എന്ത് ചെയ്യുക, മെറ്റീരിയലിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതും മെറ്റീരിയൽ കൺട്രോളിന്റെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ്. ശ്രദ്ധിക്കുക, സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്ന ആളുകള് പ്ലേ ബാക്ക് ഓപ്ഷൻ എന്ത് ചെയ്യുക, പ്ലേ ബാക്ക് ഓപ്ഷൻ ഉപയോഗിക്കുക. കാരണം എല്ലാം കേട്ട് രണ്ടാമത് സ്പീഡിൽ കേട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഒരു സ്പീഡും കൂടെ ഉണ്ടാവും.
മറ്റവര് പ്ലേ ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, കുറച്ച് സ്പീഡ് കുറക്കുക കേട്ടോ. മെറ്റീരിയൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ഇൻവെന്ററി കൺട്രോളുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ്, പ്രോപ്പർ റെക്കോർഡ്സ് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ എഫിഷ്യന്റ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫെസിലിറ്റേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഓരോ ആളുകളുടെയും ഓക്കെ, റെക്കോർഡിങ്ങിന്റെ ഇടയിൽ ഒരു കോള് വന്നു, അതാണ് ഇഷ്യൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എക്കണോമിക് ഓർഡർ, ഓക്കെ. അപ്പോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ കാണുക? 2AO ഡിവൈഡ് ബൈ സി. ഈ AO എന്നൊക്കെ പലരും പല ബുക്കിലും വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ആനുവൽ ഡിമാൻഡ് അല്ലെങ്കിൽ ആനുവൽ കൺസംഷൻ ആണ് മനസ്സിലാക്കുക. ഒ എന്ന് പറഞ്ഞാൽ ഓർഡറിംഗ് കോസ്റ്റ് ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരിയിങ് കോസ്റ്റ് ആണ്. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് വരുന്നത്. മന്ത്ലി ഡിമാൻഡ് ഓഫ് പ്രൊഡക്റ്റ് എക്സ്. പ്രൊഡക്റ്റ് എക്സിന്റെ മന്ത്ലി ഡിമാൻഡ് 1500 യൂണിറ്റ് ആണ്. പ്രൊഡക്റ്റ് എക്സിൻ്റെതാണ് 1500 യൂണിറ്റ്. ശ്രദ്ധിക്കുക, റിക്വയർമെന്റ് ഓഫ് കോമ്പോണന്റ് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എക്സ്. ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര യൂണിറ്റ് മെറ്റീരിയൽ വേണം? 5 യൂണിറ്റ് വേണം. ഓക്കെ, അപ്പൊ 1500 യൂണിറ്റ് മന്ത്ലി എന്താണ്? ഡിമാൻഡ് ആണ്. 1500 യൂണിറ്റ് മന്ത്ലി ഉണ്ടാക്കണമെങ്കിൽ എത്ര യൂണിറ്റ് നമുക്ക് വേണം? കോമ്പണന്റ് വേണം? 1500 ഇൻറ്റു 5 വേണം. അതിന് പുറമെ ശ്രദ്ധിക്കാം, മന്ത്ലി ആണ് ഇപ്പൊ ഡിമാൻഡ് വന്നിട്ടുള്ളത്, നമുക്ക് ആനുവൽ ഡിമാൻഡ് ആണ്. അപ്പൊ ഇനി 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത് മനസ്സിലാക്കുക. പിന്നെ ഓർഡറിംഗ് ആൻഡ് റിസീവിംഗ് കോസ്റ്റ് അത് 10 രൂപയാണ്. അതുപോലെ തന്നെ ട്രക്കിന്റെ കോസ്റ്റ് 5 രൂപ വരുന്നുണ്ട്. അപ്പൊ ഓർഡറിംഗ് കോസ്റ്റ് ഇപ്പൊ നിലവിൽ എന്തായി? 15 മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഡിറ്റീറിയോറേഷൻ ആൻഡ് ഒബ്സോലസൻസ് വരുന്നുണ്ട്. അത് എത്രയാണ്? 10 പൈസ per ആണ്. ഒരു യൂണിറ്റിന് 10 പൈസ വെച്ചിട്ട് വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് 15% ഉണ്ട്. സ്റ്റോറേജ് കോസ്റ്റ് 4,50,000 ആണ് 90,000 യൂണിറ്റിന്. ശ്രദ്ധിക്കുക, 1500 യൂണിറ്റ് നമുക്ക് മന്ത്ലി ഡിമാൻഡ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് കോമ്പണന്റ് 5 വേണം. 1500 ഇൻറ്റു 5 ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90,000 യൂണിറ്റ് ആണ് നമുക്ക് ആനുവൽ ഡിമാൻഡ് എന്ന് പറഞ്ഞത്. ആ ആനുവൽ ഡിമാൻഡ് ഉള്ള 90,000 യൂണിറ്റിന് 4,50,000 ആണ് സ്റ്റോറേജ് കോസ്റ്റ്. പിന്നെ പർച്ചേസ് പ്രൈസ് എത്രയാണ്? 100 രൂപയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇക്വേഷൻ 2AO ഡിവൈഡ് ബൈ സി ആണ്. ഓക്കെ, ഇനി നോക്കാം. 2 എന്ന് പറഞ്ഞാൽ അതിൽ ഡീഫോൾട്ട് ആയിട്ടുള്ളതാണ്. എ എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി കണ്ടെത്തി 90,000 ആണ്. ഓക്കെ, ഇനി ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു. ഇത് ഓർഡറിംഗ് ഹാൻഡിൽ ചെയ്യുന്നതിന് 10 രൂപയും ട്രക്കിന് 5 രൂപയും വരും. അങ്ങനെ 15 രൂപ ഇൻറ്റു 15 ഡിവൈഡ് ബൈ സി. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇവിടെ ഒരു 10 പൈസ ഉണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 15% ഉണ്ട്. 100ന്റെ 15%. പിന്നെ 4,50,000 രൂപയാണ് 90,000 യൂണിറ്റ് എന്ത് ചെയ്യാണ് സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, അതിവിടെ ഞാൻ കാൽക്കുലേറ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡിറ്റീരിയോറേഷന്റെ ഒരു 10, അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? 15, അതുപോലെ തന്നെ ഇവിടെ 5. ഇത് 10 പൈസ അല്ല കേട്ടോ, 10 രൂപയാണ്. ശ്രദ്ധിക്കണേ, ഈ പോയിന്റ് വന്നുകൊണ്ടാണ് 10 പൈസ എന്ന് തോന്നി, 10 രൂപയാണ്. അപ്പൊ ഇവിടെ ഒരു 10 വന്നു, ഇവിടെ ഒരു 15 വന്നു. ഈ 15 എങ്ങനെ കിട്ടി? ഇൻട്രസ്റ്റ് 15% എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എത്രയാണ്? 100 രൂപയാണ് ഒരു പ്രൊഡക്റ്റിന്, അതിന് 15% എടുത്തിട്ടാണ് ഈ 15 കണ്ടത്. ഇനി സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 4,50,000 90,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ഇപ്പൊ ഇവിടെ 10ഉം 15ഉം 25, 25 5 30. 30 ക്യാരിയിങ് കോസ്റ്റ്. ഈ 30 നമ്മൾ ഇവിടെ എടുത്തു. അപ്പൊ 27 lakh ഡിവൈഡ് ബൈ 30,000 സ്ക്വയർ റൂട്ട് കാണുക. അങ്ങനെ 300 യൂണിറ്റ് ആണ് EOQ. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് EOQ നിങ്ങൾ നല്ലപോലെ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഇനി മെറ്റീരിയൽ പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ സ്റ്റെപ്സ് ആണ് മറ്റൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളതിന്റെ റിക്വയർമെന്റ് എന്ത് ചെയ്യുക? ഡിറ്റർമിൻ ചെയ്യുക. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പർച്ചേസ് റിക്വസിഷന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ അടിസ്ഥാനത്തിൽ സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യും. ആർക്കാണ് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സപ്ലയേഴ്സ് ആരാണ് സെലക്ട് ചെയ്തിട്ട് അവർക്കൊക്കെ കൊട്ടേഷനോ അല്ലെങ്കിൽ ടെൻഡറോ അയക്കാൻ നമ്മൾ കൊടുക്കും. എന്നിട്ട് അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് ടെൻഡർ കിട്ടും. നമ്മൾ ആ ടെൻഡർ എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്ത് ഏറ്റവും നല്ല ടെൻഡർ ഏതാ നോക്കിയിട്ട് അവരോട് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കും. പർച്ചേസ് ഓർഡർ കൊടുത്തിട്ട് നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് റിസീവ് ചെയ്യും. നമ്മൾ അത് ഇൻസ്പെക്ട് ചെയ്യും.
വന്ന സാധനം റിസീവ് ചെയ്യുക, എന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ അവിടെ വെച്ച് നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇൻവോയ്സ് കൊടുക്കുക, മീൻസ് പേയ്മെന്റ് കൊടുക്കുക. ഇൻവോയ്സ് വെരിഫൈ ചെയ്യുക, പേയ്മെന്റ് കൊടുക്കുക. ഇത്രയാണ് ഇതിലെ സ്റ്റെപ്പ്. ലാസ്റ്റ് പിന്നെ എന്ത് ചെയ്യണം? കാര്യങ്ങളൊക്കെ റെക്കോർഡിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ നടത്തണം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? റിക്വയർമെന്റ് ഡിറ്റർമിൻ ചെയ്യുക, പർച്ചേസ് റിക്വസിഷൻ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യും. സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവർക്കൊക്കെ കൊട്ടേഷൻ ടെൻഡർ അവരോട് ക്ഷണിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ കൊട്ടേഷൻ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ബെസ്റ്റ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓർഡർ പ്ലേസ് ചെയ്യും. പർച്ചേസിനെ ഫോളോ അപ്പ് ചെയ്യും. ഇനി സാധനം വരും, വന്നു കഴിഞ്ഞാൽ അത് ഇൻസ്പെക്ട് ചെയ്യും. ഇനി എന്താണ്? ഇൻവോയ്സ് നോക്കിയിട്ട് നമ്മൾ വെരിഫൈ ചെയ്യും, പേയ്മെന്റ് കൊടുക്കും. ലാസ്റ്റ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ്. ഇനി യുടെ മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ആനുവൽ കൺസംഷൻ 48,000 യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻപുട്ടിന്റെ പ്രൈസ് 25ആണ്. ക്യാരിങ് കോസ്റ്റ് 12%. ഓർഡറിംഗ് കോസ്റ്റ് 150 ശ്രദ്ധിക്കേണ്ട ബാക്കി എല്ലാ ഡാറ്റ ഉണ്ട്. ഉണ്ട് 48,000 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതുപോലെ തന്നെ ഇൻപുട്ട് 25 രൂപയും തന്നിട്ടുണ്ട്. ഓർഡറിംഗ് കോസ്റ്റ് ആണ് ഓർഡറിംഗ് കോസ്റ്റ്, അത് 180 തന്നിട്ടുണ്ട്. അപ്പൊ ക്യാരിങ് കോസ്റ്റ് എങ്ങനെ കാണും? 25ന്റെ 12%. അത് കണ്ടാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൽ ക്യാരിങ് കോസ്റ്റ് കാണുക. അപ്പൊ നോക്കുക, 48,000 180 തന്നു, 25ന്റെ 12% 3 രൂപ. അപ്പൊ 2 × 48,000 × 180/3 സ്ക്വയർ റൂട്ടിൽ ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് ആൻസർ 2400 എന്ന് വരും. സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ VD അനാലിസിസ് ചോദിച്ചിട്ടുണ്ട്. നല്ലപോലെ ശ്രദ്ധിക്കുക. VD എന്ന് പറഞ്ഞാല് നമ്മുടെ മെറ്റീരിയലിന്റെ ഇൻവെന്ററി കൺട്രോളിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഇൻവെന്ററിയുടെ ക്രിറ്റിക്കാലിറ്റി ഇൻ ഓപ്പറേഷനിലുള്ള ക്രിറ്റിക്കാലിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. ആ ഡിവൈഡ് ചെയ്തിട്ട് വൈറ്റൽ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ, എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ, അതുപോലെ തന്നെ ഡിസൈറബിൾ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ, ഇങ്ങനെ മെറ്റീരിയലിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ സ്റ്റോക്ക് ഔട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യൂല, സ്റ്റോക്ക് ഔട്ട് ആവാതിരിക്കാൻ നമ്മൾ മാക്സിമം ഉറപ്പുവരുത്തും. എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടൈം സ്റ്റോക്ക് ഔട്ട് കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു റീസണബിൾ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ മറ്റൊന്ന്, ആബ്സെൻസ് അത്രത്തോളം നമ്മളെ ബാധിക്കൂല. അപ്പൊ ഇതിന് മിനിമൽ കൺട്രോളേ നമ്മൾ കൊടുക്കുള്ളൂ. അപ്പൊ വൈറ്റൽ ആയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതില്ലെങ്കിൽ നമ്മുടെ ഒരു നിലക്കും കാര്യം നടന്നു പോകില്ല. അതാണ് വൈറ്റൽ ആയിട്ടുള്ള ഐറ്റം. അപ്പൊ ഇതിന് കൺട്രോൾ എന്ത് ചെയ്യണം? കുറച്ചധികം സ്ട്രിക്റ്റ് കൺട്രോൾ കൊണ്ടുവരണം. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1-2 ദിവസം സ്റ്റോക്ക് ഔട്ട് ആയാലും കുഴപ്പമില്ലാതെ പോകും. അതുകൊണ്ട് തന്നെ ഒരു റീസണബിൾ ആയിട്ടുള്ള കൺട്രോൾ മതി. ഡിസൈറബിൾ ഇത് ഇല്ലെങ്കിലും കുറച്ചു കാലം മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് മിനിമൽ കൺട്രോൾ. ഇതിപ്പോ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ വൈറ്റൽ എന്ന് പറഞ്ഞാൽ ലൈഫ് സേവിങ് ഡ്രഗ്സ് ആണ്. ഓക്സിജൻ സിലിണ്ടർ, ഇത് ഇത്തരം സാധനങ്ങളൊക്കെ. എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആന്റിബയോട്ടിക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഡിസൈറബിൾ എന്ന് പറഞ്ഞാല് വിറ്റാമിൻ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഇതില്ലെങ്കിലും ഓടിപ്പോവും. പിന്നെ അനാവശ്യമായിട്ട് ആളെ കുത്തിന് പിടിക്കാനുള്ള സാധനങ്ങളാണ് എന്ത്? ഇത്തരം ഈ വിറ്റാമിൻ സാധനങ്ങൾ. ഇതില്ലെങ്കിൽ ഹോസ്പിറ്റൽ നടന്നു പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാ? ഇത് സ്റ്റോക്ക് ഔട്ട് ആവാൻ ഒരു ഹോസ്പിറ്റൽ പാടില്ല. ഇത് സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ ആൾക്കാർ അടിച്ചു പൊട്ടിക്കും ഹോസ്പിറ്റലിൽ. ഓക്കെ, ഇത് ഒരു പരിധി വരെയൊക്കെ എന്ത് ചെയ്യാ? സർജിക്കൽ ഗ്ലൗ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പറേഷൻ നടത്താം. 1-2 ഓപ്പറേഷൻ ഒക്കെ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം? അർജന്റ് കേസിൽ നടത്താൻ പറ്റും. അതാണ് ഇത് ഉദ്ദേശിച്ചത്. പക്ഷെ ഇതില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയൂല. ഒരു മനുഷ്യനായിട്ട് കൊല്ലാൻ പോകുന്ന സാധനമല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. ഇനി VD അനാലിസിസിന്റെ പർപ്പസ് പറയുന്നുണ്ട്. ഇൻവെന്ററി ലെവൽ ഒപ്റ്റിമൈസ് ചെയ്യുക, ബാലൻസ് ചെയ്യാൻ, സ്റ്റോക്ക് ഔട്ട്, ക്രിറ്റിക്കൽ ഐറ്റത്തിന്റെ സ്റ്റോക്ക് ഔട്ട് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ എഫക്റ്റീവ് പ്രൊക്യൂർമെന്റ് എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക, എഫിഷ്യൻസി ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ്. ഇനി യുടെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഇഒക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. 12,000 ആനുവൽ ഡിമാൻഡ് തന്നിട്ടുണ്ട്. ഓർഡർ പ്ലേസ് ചെയ്യാൻ 12 രൂപ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയലിന്റെ വില 1 രൂപയാണ്. ക്യാരിങ് കോസ്റ്റ് 24%. അപ്പൊ 1 രൂപയുടെ 24% ചെയ്താൽ കിട്ടും. ഡാറ്റ അതേപോലെ കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി സ്റ്റോർ ലെഡ്ജർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സിമ്പിൾ പ്രൈസ് ആവറേജ് മെത്തേഡ് അനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത്യാവശ്യം വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് നോക്കാം. ഓക്കെ, ലെങ്ത് നല്ല കൂടുതല വീഡിയോ. നോക്കാം എത്ര മിനിറ്റ് ആയി. ഓക്കെ, 14 മിനിറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആവറേജ് മെത്തേഡ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഞാനൊരു 30 മിനിറ്റ് ആയിട്ട് കട്ടാവുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോയും കൂടെ ചെയ്യട്ടോ. നോക്കട്ടെ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 400 യൂണിറ്റ്, യൂണിറ്റിന് വില 10 രൂപ. അങ്ങനെ ഓരോ ഡാറ്റ തന്നിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ
ഒരു 3 മെറ്റീരിയൽ ഉണ്ട് എന്ന് കരുതുക. 10 രൂപയുടെ മെറ്റീരിയൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിലുണ്ട്, മറ്റൊന്ന് 11 രൂപയുടെ ഉണ്ട്, മറ്റൊന്ന് 12 രൂപയുടെ ഉണ്ട്. അപ്പൊ ഇത്രയും 3 മെറ്റീരിയലിന്റെയും ടോട്ടൽ ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ, അപ്പൊ 33 ആണെങ്കിൽ എന്ത് ചെയ്യാ, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ആവറേജ്, സിമ്പിൾ ആവറേജ് മെത്തേഡ് അനുസരിച്ച് ചെയ്യേണ്ട രീതി. അത് പ്രൈസ് മെത്തേഡ് ചെയ്യേണ്ട രീതി. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഡേറ്റ്, റെസീപ്റ്റ്സ്, ഇഷ്യൂ. ഇതിൽ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് വേണം. ഇവിടെ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് വേണം. ബാലൻസ് എടുക്കുക. ബാലൻസ് ക്വാണ്ടിറ്റിയും എമൗണ്ടും ഉണ്ട്. റേറ്റ് കൊടുക്കാത്തത് ലിഫോ ഫിഫോയില് മാത്രമേ റേറ്റ് കൊടുക്കുള്ളൂ, ക്വാണ്ടിറ്റി ബാലൻസിൽ. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് 400 യൂണിറ്റ് ഉണ്ട്. നമ്മൾ 400 യൂണിറ്റ് എടുത്തു. അതിന്റെ വാല്യൂ ഫുൾ എന്ത് ചെയ്തു, ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, 4000 എന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, അതിനുശേഷം എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. 100 യൂണിറ്റ് പർച്ചേസ് ചെയ്തു, 11 രൂപ. അപ്പൊ നമ്മൾ യൂണിറ്റ് പർച്ചേസ് ചെയ്ത 100, 11 രൂപ, 1100. അപ്പൊ ഇനി ടോട്ടൽ എന്ത് ചെയ്താൽ മതി, 400 യൂണിറ്റും ഈ 100ഉം കൂട്ടിയിട്ട് 500 യൂണിറ്റ് ഇട്ടു. 4000 അതുപോലെ തന്നെ 1100 കൂട്ടിയിട്ട് 5100 കൊടുത്തു. ഇനി 4-ാം തീയതി എന്താണ്, 4-ാം തീയതി ഇഷ്യൂ ചെയ്യാണ്. ഇഷ്യൂ ചെയ്യേണ്ടത് എത്ര യൂണിറ്റ് ആണ്, 400 യൂണിറ്റ് ആണ്. അപ്പൊ 400 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എത്ര രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ ഉള്ളത് 10 രൂപയുടെ, ഇതിന് 10 രൂപയായിരുന്നു, ഇവിടെ 11 രൂപയായിരുന്നു. അപ്പൊ 10 + 11 ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പൊ 10.5 കിട്ടും. അതാണ് ഇഷ്യൂ പ്രൈസ്, 4200. ഇനി ശ്രദ്ധിക്കേണ്ടത്, 500-ൽ നിന്നും ഈ 400 യൂണിറ്റ് കുറച്ചാൽ 100 രൂപ, 100 യൂണിറ്റ്. 5100 4200 കുറച്ച് കഴിഞ്ഞാൽ 900 യൂണിറ്റ്. ഇപ്പൊ ഇതാണ് ഇനി ബാലൻസ് ഉള്ളത്, ശ്രദ്ധിക്കാം. ഇനി 6-ാം തീയതി 600 യൂണിറ്റ് എന്ത് ചെയ്യാണ്, വരികയാണ്. ഓക്കെ, അതിന് 12 രൂപ ഉണ്ട്, 7200. അപ്പൊ നമുക്ക് നോക്കാം, ഈ 100 യൂണിറ്റിലേക്ക് ഈ 600ഉം കൂടെ ആഡ് ചെയ്താൽ 700 യൂണിറ്റ് വരും. ഈ 900 വാല്യൂലേക്ക് 7200 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 8800 വരും, 8100 വരും. ഇനി 500 യൂണിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോവാം. 500 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഏതാ ഉള്ളത് നോക്കുക. ഇവിടെ 400 യൂണിറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു, പിന്നെ ഇതും വന്നു. അങ്ങനെ 400 യൂണിറ്റിൽ ഈ 100 ഇവിടെ ഉണ്ട്. ആദ്യത്തെ 400 ഇവിടെ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 11 ഉണ്ട്, അതുപോലെ തന്നെ 12 ഉണ്ട്. അത് രണ്ടും ഉള്ളൂ. അപ്പൊ ഇവിടെ ഫിഗർ എങ്ങനെ കാണാം, 11 + 12 ഡിവൈഡ് ബൈ 2. 10 എന്താ എടുക്കാത്ത, ഈ 10-ലുള്ളത് ഓൾറെഡി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി 10 എടുക്കണ്ട. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇഷ്യൂ ചെയ്ത് 700-ൽ നിന്നും 500 ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 200 ഉണ്ടാവും. 8100, 5750 കുറച്ച് കഴിഞ്ഞാൽ 2350 ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനി 500 യൂണിറ്റ് എന്ത് ചെയ്യാണ്, വരികയാണ് പുതുതായിട്ട്. 500 യൂണിറ്റ് വരികയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇനി എന്താ ഉള്ളത്, ഈ 200 യൂണിറ്റ് ഇനി എന്തിലുള്ളത് മാത്രമേ ഉള്ളൂ, ഈ 600-ലുള്ളത് മാത്രമേ ഇനി ഉള്ളൂ. അപ്പൊ ഇവിടെ 12-ന്റെ ഉണ്ട്. അത് മനസ്സിലാക്കി വെക്കട്ടോ, കഴിഞ്ഞിട്ടുണ്ട് മറ്റത്. അപ്പൊ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 6500. ഇപ്പൊ ഉള്ളത് ഓൾറെഡി 200 യൂണിറ്റും ഈ 500 യൂണിറ്റും കൂട്ടിയിട്ട് 700 യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ അതേപോലെ തന്നെ ഈ 2350ഉം ഈ 6500ഉം കൂട്ടിയിട്ട് 8850 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, അടുത്തത് ഇഷ്യൂ ചെയ്യാണ്. ഇഷ്യൂ ചെയ്യുന്ന 600 യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഏതാ ബാലൻസ് ഉള്ളത്, ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 600-ൽ ബാലൻസ് ഉണ്ട്. 600 വന്ന സാധനത്തില് 700 ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ 500 നമ്മൾ ഇഷ്യൂ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നുള്ള എമൗണ്ടും 12-ൽ നിന്നുള്ള ഇതും 13 എന്നുള്ളതേ ഉള്ളൂ. ഉറപ്പായിട്ടും അതേ ഉള്ളൂ. കാരണം എന്താ, ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നിലവിൽ 700 യൂണിറ്റ് ഇഷ്യൂ ചെയ്യണേ, ഇവിടെ ഓൾറെഡി 500 ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ നിന്നുള്ളതല്ലേ ഉണ്ടാവുള്ളൂ. അതാണ് 11ഉം 13ഉം. 11ഉം 13ഉം തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, 11ഉം 12ഉം തമ്മിൽ കേട്ടോ, 25. 25-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12.5. അങ്ങനെ 7500 വാല്യൂ വരും. ഇനി 700-ൽ നിന്നും 600 കുറച്ച് കഴിഞ്ഞാൽ 100 യൂണിറ്റ് വരും. ഈ 8850-ൽ നിന്നും 7500 കുറച്ച് കഴിഞ്ഞാൽ 1350 വരും. ഇനി എന്ത് ചെയ്യാണ്, പുതിയത് വരികയാണ്. പുതിയത് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇനി ഏത് യൂണിറ്റാ ബാലൻസ് ഉള്ളത്. ഈ 600 ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ 13-ലേ ഇവിടെ ബാലൻസ് ഉള്ളൂ. കാരണം 700 ഉണ്ടായിരുന്നതിൽ 600 ഇഷ്യൂ ചെയ്തു. അപ്പൊ ഇനി ഇതിലേ ബാലൻസ് ഉള്ളൂ. അത് ശ്രദ്ധിക്കാം. ഇനി 800 യൂണിറ്റ് ഉണ്ട്, 14 രൂപക്ക് വന്നു, 1120. അപ്പൊ 13ഉം 14ഉം ആണ് ഇനി അടുത്തൊരു സൈസിൽ ഉണ്ടാവുക. അപ്പൊ നോക്കുക, നമ്മൾ എന്ത് ചെയ്തു, ഇനിയിപ്പം 100 യൂണിറ്റ് ഉണ്ടായിരുന്നു, 800ഉം കൂടെ ആഡ് ചെയ്തിട്ട് 900 ആയി. 1300ഉം ഈ 11,200ഉം കൂടെ ആഡ് ചെയ്തിട്ട് 12,550 വന്നു. ഇനി അടുത്തത് ഇഷ്യൂ ചെയ്യുന്നത് 500 യൂണിറ്റാ. ആ 500 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ ഏതാ ഫിഗർ ഉള്ളത്, 500 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ സ്വാഭാവികമായിട്ടും 500 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ എന്താ ഉണ്ടാവുക, രണ്ടെണ്ണം ഞാൻ പറഞ്ഞു, 13ഉം 14ഉം. അത് രണ്ടും കൂടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13.5 ഉണ്ടാവും. വാല്യൂ 6750. ഈ 900-ന്ന് 500 കുറച്ച് കഴിഞ്ഞാൽ 400 ആണ് ഉണ്ടാവുക. ഇനി ഈ 400-ന്റെ പിന്നെ 12,550-ൽ നിന്നും 6750 കുറച്ച് 5,850. ഇനി അടുത്ത 200 യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. 200 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി എന്തിലേ ബാലൻസ് ഉള്ളൂ, അവസാനത്തെ 800-നെ ഇനി ഇഷ്യൂ ചെയ്യാനുള്ളൂ. ഓക്കെ, കാരണം എന്താ,
400 ഇനിയുള്ളൂ, അത് അവസാനത്തെ 800-ലല്ലേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ 14 ഡയറക്റ്റ് നമ്മൾ എടുത്തു, അതിന്റെ വാല്യൂ ഇട്ടു. ഈ 400-ന്ന് 200 യൂണിറ്റ് കുറച്ച് കഴിഞ്ഞാൽ 200 യൂണിറ്റ് ഉണ്ട്. 5,800-ന്ന് 2,800 കുറച്ചാൽ 3000 ഉണ്ട്. ഓക്കെ, ഇനി പുതിയത് വരികയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ 200 ബാലൻസ് ഉണ്ട്, അത് 14-ൻ്റെതാണെന്ന് മനസ്സിലാക്കുക. പുതിയ 500 വന്നു, അത് 15 രൂപയാണ്, 7,500. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 200-ലേക്ക് 500 കൂട്ടി 700 ആയി, 3000ത്തേക്ക് അത് കൂട്ടിയിട്ട് 10,500 ആയി. ഇനി പുതുതായിട്ട് വീണ്ടും ഒരു 300 വന്നു, 16 യൂണിറ്റിന് 4,800. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 700-ക്ക് 300 കൂട്ടിയിട്ട് 1000 ആയി, 10,500-ക്ക് 4,800 കൂട്ടി 15,300 ആയി. ഇനി ഇഷ്യൂ ചെയ്യുമ്പോൾ ഇവിടെ 3 പ്രൈസ് ഉണ്ട്. ഏതൊക്കെ പ്രൈസ്? 14, 15, 16. അതുകൊണ്ട് തന്നെ 14, 15, 16 നമുക്കുള്ളത് കൊണ്ട് തന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്വാഭാവികമായിട്ടും സെന്ററിലുള്ള 15 വരും. അതാണ്, ഇങ്ങനെയാണ് ഇത് ചെയ്യുക. അത് റെഡി ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാന് എത്ര മിനിറ്റ് ആയി? 20 മിനിറ്റ് ആയി അല്ലെ? 20 മിനിറ്റ്. ഓക്കെ, അപ്പോ നമുക്കിനി എന്ത് ചെയ്യാം, റീ ഓർഡർ ലെവല് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. റീ ഓർഡർ ലെവല്, മാക്സിമം ലെവല്, മിനിമം ലെവല് ചെയ്യാനുള്ളത്. അതിന് എന്തൊക്കെ തന്നിട്ടുണ്ട്? റീ ഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. റീ ഓർഡർ പീരീഡ് 4 to 6 വീക്ക് തന്നിട്ടുണ്ട്. മാക്സിമം കൺസംഷൻ 400 തന്നിട്ടുണ്ട്. നോർമൽ കൺസംഷൻ 300 തന്നിട്ടുണ്ട്. മിനിമം കൺസംഷൻ 250 തന്നിട്ടുണ്ട്. അപ്പൊ റീ ഓർഡർ ലെവൽ എങ്ങനെ കാണുക? റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. മാക്സിമം കൺസംഷൻ എത്ര? മാക്സിമം 400. മാക്സിമം റീ ഓർഡർ പീരീഡ് എത്ര? 6 വീക്ക്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2,400 യൂണിറ്റ് എന്ന് കിട്ടും. ഇനി മാക്സിമം ലെവൽ എങ്ങനെ കാണുക? മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം ഇൻറ്റു മിനിമം എന്നാണ്. റീ ഓർഡർ ലെവൽ ഓൾറെഡി നമ്മൾ കണ്ടു, 2,400. അത് ഇങ്ങോട്ട് എടുത്ത് എഴുതി. റീ ഓർഡർ ക്വാണ്ടിറ്റി 1,500 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി മിനിമം ആണ്. മിനിമം എത്ര? 250. മിനിമം വീക്ക് എത്ര? 4. 250 ഇൻറ്റു 4 ചെയ്ത് മൈനസ് ചെയ്യുമ്പോൾ 2,900 കിട്ടും. ഇനി മിനിമം ലെവലാണ്. മിനിമം ലെവൽ കാണാനുള്ള റീ ഓർഡർ ലെവലിന് നോർമൽ ഇൻറ്റു നോർമൽ ചെയ്താൽ മതി. റീ ഓർഡർ ലെവൽ നമുക്കറിയാം എത്ര? 2,400. അതിന് നോർമൽ എത്ര? നോർമൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 300 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് വീക്കിലി നോർമൽ നമുക്കറിയൂല. അപ്പൊ 4+6/2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5 കിട്ടും. ആവറേജ് ആണ്. ആ ആവറേജ് നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു 900 യൂണിറ്റ് വന്നു. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഇനി ഇതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഏത് മെത്തേഡ് അനുസരിച്ചാണ്? ഫിഫോ മെത്തേഡ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത്യാവശ്യം ഉണ്ട്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എസ്സേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ഏതാ മെത്തേഡ്? ഫിഫോ മെത്തേഡ് ആണ്. ഇതും ഫിഫോ മെത്തേഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക, പിന്നെ ഈ എസ്സേ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് കാണുക. ഇനിയും ഇതന്നെ കിട്ടണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മള് 10 മാർക്കിനുണ്ടല്ലോ, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യല്ലേ വേണ്ടത്. അതുകൊണ്ടാണ്. ഇനി ലെവൽ സ്റ്റോക്കിന്റെ ഒക്കെ ഇക്വേഷൻസ് ഉണ്ട്, ഇതൊന്ന് നിങ്ങൾക്ക് എടുത്തു ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, അടുത്ത 3-ാമത്തെ യൂണിറ്റിലേക്ക് പോവാണ്. ഓക്കെ, 3-ാമത്തെ യൂണിറ്റ് ലേബർ ആണ്. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇത് അവസാനിപ്പിക്കാം. ബാക്കി ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണാം. 5 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ ഹവർ. ഒരു ഹവറിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 5 വേണം. ആക്ച്വൽ ഔട്ട്പുട്ട് ഇനി 40 ഹവറിൽ ആക്ച്വൽ ഔട്ട്പുട്ട് 220 യൂണിറ്റ് വന്നിട്ടുണ്ട്. വേജസ് പെർ ഹവർ എത്രയാണ്? പെർ ഹവറിനുള്ള വേജസ് പറഞ്ഞത് 10 രൂപയാണ്. കാൽക്കുലേറ്റ് ടോട്ടൽ ഏണിങ്സ്. ടോട്ടൽ ഏണിങ്സ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ടൈം റേറ്റ് പ്രകാരം, മറ്റൊന്ന് പീസ് റേറ്റ് പ്രകാരം, മറ്റൊന്ന് ടൈലറിന്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് പ്രകാരം. ആദ്യം നമുക്ക് ടൈം റേറ്റ് വെച്ച് കാണാം. എന്ത് വെച്ച് കാണാം? ടൈം റേറ്റ്. ശ്രദ്ധിക്കുക, ടൈം റേറ്റ് എങ്ങനെ? എത്ര ഹവർ ഉണ്ട് നോക്കുക, ഹവറിനെ എന്ത് ചെയ്യുക, ഹവർലി റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര അവർ വർക്ക് ചെയ്തു? 40 അവർ. ഹവറിന് എത്ര റേറ്റ്? 10 രൂപ. അപ്പൊ 40 × 10 400. ഓക്കെ, ഇനി പീസ് റേറ്റ് നോക്കുക. പീസ് റേറ്റ് എങ്ങനെ നോക്കുക? ആക്ച്വൽ ഔട്ട്പുട്ട് എടുക്കുക. ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു ഔട്ട്പുട്ടിന് എത്ര രൂപയെന്നാണ്. ആക്ച്വൽ ഔട്ട്പുട്ട് 220 യൂണിറ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഒന്ന് നിൽക്കുക. ഇനി ഒരു ഔട്ട്പുട്ടിന് എത്ര രൂപ എന്നുള്ളതാണ് പ്രശ്നം. ശ്രദ്ധിക്കുക, ഒരു ഹവറിന് 10 രൂപ തരും. ഈ ഹവറിൽ 5 യൂണിറ്റ് ഉണ്ടാക്കും. അപ്പൊ ഒരു യൂണിറ്റിന് എത്ര? 2 രൂപ. കാരണം ഒരു ഹവറിൽ 10 രൂപ വരും. ആ ഹവറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്? 5 യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഒരു യൂണിറ്റിന് എത്ര കിട്ടുന്നത്? 2 രൂപ. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പീസ് റേറ്റ് പകരം 440. ഇനി ശ്രദ്ധിക്കേണ്ടത് ആരുടെ ഇതാണ്? ടൈലറിന്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ
എഫിഷ്യൻസിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ 80 ടൈം റേറ്റിന്റെ പീസ് റേറ്റിന്റെ 80% ഉണ്ടാവും. എന്നാൽ എഫിഷ്യൻസിക്ക് മുകളിലാണെങ്കിൽ പീസ് റേറ്റിന്റെ 120% ഉണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കുക, ഇതാണ് ടൈലറിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വൽ ഔട്ട്പുട്ട് 220 യൂണിറ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്ര 200. അങ്ങനെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 200 മനസ്സിലായത് 40 അവറാണ് പണിയെടുത്തത്. ഒരു അവറിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ 5, അങ്ങനെ ആവുമ്പോൾ 200. പക്ഷെ ഇയാൾ 220 ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പൊ സ്റ്റാൻഡേർഡിനേക്കാളും മുകളിലാണ്. അങ്ങനെ വരുമ്പോ എന്താണോ പീസ് റേറ്റിന്റെ അതിന്റെ 120%. അപ്പൊ 220 യൂണിറ്റ് വന്നു ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര, നമ്മൾ 440 കണ്ടിരുന്നു. ഈ 440ന്റെ 120% അങ്ങനെ കാണാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇതേ ഇക്വേഷൻ അങ്ങോട്ട് വർക്ക് ചെയ്താൽ മതി, എങ്ങനെയായാലും ആൻസർ കിട്ടും. അതാണ് ഒന്നാമത്തത്. ഓക്കെ ആണെന്ന് കരുതുന്നു. ഞാൻ എന്ത് ചെയ്യാണ്, അടുത്ത ഇതിലേക്ക് പോവാണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 100 യൂണിറ്റ് ആണ്. നോർമൽ പീസ് റേറ്റ് 1 രൂപയാണ് പെർ പീസിന്. എക്സ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് 60 യൂണിറ്റ് ആണ്. വൈ 100 യൂണിറ്റ്, സെഡ് എന്ത് ചെയ്തിട്ട് 110 യൂണിറ്റ്. ശ്രദ്ധിക്കുക, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 100 യൂണിറ്റ് ആണ്, പീസ് റേറ്റ് എത്രയാണ് 1 രൂപയാണ്. കാൽക്കുലേറ്റ് ഏർണിങ്സ് യൂസിങ് ടൈലറിന്റെ മെത്തേഡ് അനുസരിച്ച്. ടൈലറിന്റെ ശ്രദ്ധിക്കുക, ടൈലറിന് എന്താണ് പീസ് റേറ്റ് പ്രകാരമാണ് അത്. സ്റ്റാൻഡേർഡിന് താഴെയാണെങ്കിൽ 80% ടൈം റേറ്റിന്റെ അല്ല പീസ് റേറ്റിന്റെ 80% കിട്ടുള്ളൂ. സ്റ്റാൻഡേർഡിന് മുകൾക്ക് പോയി കഴിഞ്ഞാൽ 120% കിട്ടും. അപ്പൊ സ്റ്റാൻഡേർഡ് 100 എക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡിന് താഴെയാണ്. വൈ സ്റ്റാൻഡേർഡിനോട് ഈക്വൽ ആണ്, അത് കുഴപ്പമില്ല. സ്റ്റാൻഡേർഡിന് താഴെ പോയി കഴിഞ്ഞാലാ പ്രശ്നം. ഇവിടെ 110 ഉണ്ട്, നോക്കാം. അപ്പൊ എക്സ് എന്താണ് 60 യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ, ബിലോ സ്റ്റാൻഡേർഡ് ആണ്. അതുകൊണ്ട് തന്നെ 1 രൂപ, ഇവിടെ ശ്രദ്ധിക്കുക, 1 യൂണിറ്റിന് 1 രൂപയാണ്. പക്ഷേ ഇയാൾക്ക് എന്താ പ്രശ്നം, സ്റ്റാൻഡേർഡിന് താഴെ ആയതുകൊണ്ട് തന്നെ 80% കിട്ടുള്ളൂ. അപ്പൊ 1ന്റെ 80 എന്ന് പറഞ്ഞാൽ 80 പൈസയാണ്. അപ്പൊ 60 യൂണിറ്റ് ഇൻറ്റു 80 പൈസ 48 രൂപയാണ് അയാൾക്ക് കിട്ടുക. എന്നാൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വ്യക്തിക്ക് 120% കിട്ടും. അപ്പൊ 1 രൂപയ്ക്ക് പകരം എത്ര കിട്ടും, 1.2 കിട്ടും. അപ്പം 100 ഇൻറ്റു 1.2 പറയുമ്പോൾ 120 വരും. ഇനി 1 ടൺ ഉള്ള ആൾക്ക് എന്ത് കിട്ടും, ഇതേ ശതമാനം. അപ്പൊ 1ന് 120% എന്ന് പറയുമ്പോൾ 1 രൂപ 20 പൈസ ആയി. അപ്പൊ 110 യൂണിറ്റ് ചെയ്യുന്ന ആൾക്ക് 132 രൂപ കിട്ടും. ഇതാണ് മറ്റൊരു സംവിധാനം. ഓക്കെ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾ ഇപ്പൊ ഗീതയുടെ എല്ലായിടത്തും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുക. ഇതും കൂടെ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇനി ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നില്ല, ഇതേ ഉള്ളൂ അല്ലെ, ഗീതയുടെ ക്വസ്റ്റ്യൻ തന്നെയല്ലേ, 2 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ഓക്കെ, അതാണ്. അപ്പൊ ഗീത ആൻഡ് സീത ടൈലറിന്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് പ്രകാരം അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 1 ഹവറിൽ 8 യൂണിറ്റ് ഉണ്ടാക്കും. 1 ഹവറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കും, 8 അവർ. നോർമൽ ടൈം റേറ്റ് എന്ന് പറയുന്നത് 1 ഹവറിൽ 40 പൈസയാണ്. 1 ഹവറിൽ 40 പൈസയാണ്, അത് ശ്രദ്ധിക്കണേ. 1 ഹവറിൽ 40 പൈസയാണ് കൊടുക്കേണ്ടത്. 1 ഹവറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കും, 8 യൂണിറ്റ് ഉണ്ടാക്കും. അപ്പം 1 യൂണിറ്റിന് എന്താണ് 40 പൈസ കിട്ടുമോ, ഇല്ല. 1 ഹവറിൽ 8 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴേ 40 പൈസ കിട്ടുള്ളൂ. 1 യൂണിറ്റിന് എത്ര കിട്ടുക, 40 പൈസ ഡിവൈഡ് ബൈ 8 എന്താണോ അതായിരിക്കും ഉണ്ടാവുക. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാം, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് അപ്ലൈ ചെയ്യേണ്ട 80% 120% ആണെന്ന് ക്വസ്റ്റ്യനിലേ തന്നെ. ഇല്ലെങ്കിലും ടൈലറിന്റെ മെത്തേഡ് അനുസരിച്ച് സ്റ്റാൻഡേർഡിന് താഴെയാണെങ്കിൽ 80%, മുകളിലാണെങ്കിൽ 120%. ഇതിനിടെ ഗീത 54 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, സീത 75 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, സീതയും ഗീതയും ഒക്കെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു, പക്ഷെ ഇവരുടെയൊക്കെ എത്ര ഹവറാണ് ഇവർ വർക്ക് ചെയ്തതെന്നുണ്ടോ, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ അസംഷൻ എടുത്തതാണ് 9 ഹവറാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. എന്താ അടിസ്ഥാനത്തില, ഫാക്ടറി ആക്ട് പ്രകാരം ഒരാൾ 9 മണിക്കൂർ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് ഇതിൽ 9 മണിക്കൂർ ഉണ്ടാവണം എന്നുള്ള, ലഞ്ച് ടൈമും മറ്റൊക്കെ ആയിട്ട് 1 മണിക്കൂർ അങ്ങനെ പോകും. ഇനി 8 നിങ്ങൾ എടുക്കാന്, നിങ്ങൾ അസംഷൻ 8 ആ 8 ഒരു കുഴപ്പമില്ല, അസ്യൂംഡ് സ്റ്റാൻഡേർഡ് 8 എന്ന് കൊടുത്താൽ മതി. അപ്പൊ നമ്മളിപ്പോ കൊടുത്തത് എന്താണ്, 9 മണിക്കൂർ എന്നുള്ളത്. ഇത് ഞാൻ 9 കൊടുക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിന്റെ സജസ്റ്റഡ് ആൻസറിൽ 9 കൊടുത്തിട്ടുള്ളത്. അത് എടുക്കാൻ കാരണം ഫാക്ടറി ആക്ട് പ്രകാരം ഉള്ളതാവാനാണ് സാധ്യത, അതുകൊണ്ടാണ്. 8 എടുത്ത് വിചാരിച്ചു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ റേറ്റ് എത്രയാണ്, 8 യൂണിറ്റ് പെർ ഹവർ. അപ്പൊ പ്രൊഡക്ഷൻ 8 യൂണിറ്റ് ആണ്. നോർമൽ ടൈം റേറ്റ് എത്ര, 1 ഹവറിന് 40 പൈസയാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയേക്കുക. ഇനി അപ്പം 1 ഡേയിലുള്ള സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്ര വരും, 1 ഹവറിന് 8 യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ 9 മണിക്കൂർ പണിയെടുക്കുകയാണെങ്കിൽ 72 യൂണിറ്റ് എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. പീസ് റേറ്റ് എന്ന് പറയുന്നത് എത്ര, പീസ് റേറ്റ് ശ്രദ്ധിക്കുക, 1 ഹവറിന് 40 പൈസയാണ്. 1 ഹവറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കും, 8 യൂണിറ്റ് ഉണ്ടാക്കും. അപ്പൊ 40 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 0.05 5 പൈസയാണ് എന്ത് ചെയ്യുക, 1 യൂണിറ്റിന് കിട്ടുക എന്നുള്ളതാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്
ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എന്ത് വരും? 5 രൂപയുടെ 5 പൈസയുടെ 80% 4 പൈസയും കിട്ടും. എബോ സ്റ്റാൻഡേർഡോ അതിന് മുകളിലോ ആണെങ്കിൽ 5 രൂപയുടെ 120% 6 പൈസയും കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഗീത പ്രൊഡ്യൂസ് ചെയ്ത് 54 യൂണിറ്റും സീത 75 യൂണിറ്റും ആണ്. നമുക്ക് സ്റ്റാൻഡേർഡ് എത്ര വേണം? 72 വേണം. അപ്പൊ ഗീത സ്റ്റാൻഡേർഡിന് താഴെയാണ്, സീത സ്റ്റാൻഡേർഡിന് മുകളിലുമാണ്. അപ്പൊ ഗീതക്ക് 4 പൈസ വെച്ചിട്ടേ കിട്ടുള്ളൂ. സീതക്ക് എത്ര പൈസ വെച്ച് കിട്ടും? 75 പൈസ, 6 പൈസ വെച്ചിട്ട് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. എഫിഷ്യൻസി ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി. 54% ഉള്ളത്. 54 യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ സ്റ്റാൻഡേർഡിന് താഴെയാണ്. ഇതിന്റെ ആവശ്യമില്ല. ഇതില്ലാതെ തന്നെ ചെയ്യാം. കാരണം എന്താ? 72 യൂണിറ്റ് ഉണ്ടാക്കേണ്ടടുത്ത് ഇയാൾ എത്ര ഉണ്ടാക്കിയിട്ടുള്ളൂ? 54. അപ്പൊ സ്റ്റാൻഡേർഡിന് താഴെയല്ലേ? ബിലോ സ്റ്റാൻഡേർഡ്. ഇയാളോ 72 ഉണ്ടാക്കിക്കൊണ്ട് 75 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എബോ സ്റ്റാൻഡേർഡാണ്. അപ്പൊ ഇവർക്ക് 4 പൈസ കിട്ടുക, ഇവർക്ക് 6 പൈസ കിട്ടുക. എത്ര യൂണിറ്റിന്? 54 യൂണിറ്റിന്. അപ്പൊ 54 ഇൻറ്റു 4 പൈസ എന്ന് പറഞ്ഞാൽ 2.6. ഇതിന് 75 പൈസ, 75 യൂണിറ്റിന് 6 പൈസ വെച്ചിട്ടുമ്പോ 4.5. ഇതാണ് കാൽക്കുലേഷൻ. ഇനി ഹാൾസി പ്ലാൻ അനുസരിച്ചുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഇതുള്ളത്. ഹാൾസി പ്ലാൻ നമുക്കറിയാലേ? ഹാൾസി എങ്ങനെ ചെയ്യാം? റോവനും ഹാൾസിയും ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക. സ്റ്റാൻഡേർഡ് ടൈം എത്ര? ഒരു വർക്ക് ചെയ്യാൻ 10 ഹവർ ആണ് എടുക്കേണ്ടത്. വർക്കർ എ 12 അവർ എടുത്തു, വർക്കർ ബി 10 അവർ എടുത്തു, സി 7 അവർ എടുത്തു. സ്റ്റാൻഡേർഡ് ടൈം എത്ര? 10 അവർ. ഇയാള് ടൈം സേവ് ചെയ്തോ? ഇല്ല. ഇയാൾ ടൈം സേവ് ചെയ്തോ? ഇയാളും സേവ് ചെയ്തിട്ടില്ല. പക്ഷെ ഇയാൾ 3 മണിക്കൂർ സേവ് ചെയ്തിട്ടുണ്ട്. ഹവർലി റേറ്റ് എത്ര? 50 പൈസയാണ്. 10 മണിക്കൂർ പണിയെടുത്താൽ 50 പൈസ വെച്ചിട്ട് 5 രൂപ കിട്ടും. ഓക്കെ. അപ്പൊ ഇനി നോക്കാം ഹാൾസി പ്ലാൻ അനുസരിച്ച് ചെയ്യൽ എങ്ങനെയാന്നുള്ളത്. വർക്കർ എ സ്റ്റാൻഡേർഡ് ടൈം എത്ര? എല്ലാവർക്കും 10 ആണ്. ആക്ച്വൽ ടൈം 12 ആണ്. ടൈം സേവ് ചെയ്ത് എത്ര? ഇവരൊന്നും സേവ് ചെയ്തിട്ടില്ല. ഇവര് 3 മണിക്കൂർ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കുക, ടൈം ആക്ച്വൽ മണിക്കൂർ എത്ര പണിയെടുത്തു? 12. ഒരു മണിക്കൂറിന് എത്ര? 50 പൈസ. അങ്ങനെ വേജസ് ആയിട്ട് 6 രൂപയാണ് ഉള്ളത്. ഈ ബോണസ് കിട്ടുമോ? ഇല്ല. അപ്പൊ ടോട്ടൽ ഏണിങ്സ് എത്രയാണ്? 6 ആണ്. ഇവിടെ 10 രൂപ 5 പൈസ വെച്ചിട്ട് 5 രൂപ കിട്ടും. ഇനി ശ്രദ്ധിക്കുക, ഇയാളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. വേജസ് 7 മണിക്കൂർ പണിയെടുത്തതിന് 50 പൈസ വെച്ചിട്ട് 3.50 കിട്ടി. പിന്നെ 3 മണിക്കൂർ അയാൾ സേവ് ചെയ്തില്ലേ? അതിന് 50 പൈസ വെച്ചിട്ട് കൂട്ടുക. എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക. ഫുള്ള് കിട്ടൂല. ബോണസ് എത്രയാണ്? ടൈം സേവ് ചെയ്തതിന്റെ പകുതി. ടൈം സേവ് ചെയ്ത് എത്ര? 3 മണിക്കൂർ. ഒരു മണിക്കൂറിന് എത്ര പൈസ? 50 പൈസ. അപ്പൊ എത്ര കിട്ടും? 1.5 കിട്ടും. ഈ 1.5 കിട്ടുമോ? ഇല്ല. അതിന്റെ പകുതി എത്ര? 75 പൈസ. 75 3 കൂട്ടിയിട്ട് 4.25. എത്രയാണ് നമുക്ക് ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്? 32 മിനിറ്റ് ആയി. ഞാൻ ഇനി അടുത്ത വീഡിയോ എന്ത് ചെയ്യുക? മറ്റ് ചാപ്റ്ററിന്റെ അടുത്ത വീഡിയോസ് എന്ത് ചെയ്യുക? പിന്നീട് അപ്ലോഡ് ചെയ്യുക. ആദ്യം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക അല്ലെ? അപ്പൊ താങ്ക് യു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കാം.